മുംബൈയിൽ നല്ല മഴ കേട്ടോ, ശക്തമായ മഴ അവിടെ തുടരുന്നു എന്നാണ് വിവരം. പലയിടങ്ങളിൽ മുംബൈ നഗരത്തിൻ്റെ പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുമെന്നും ശ്രീനാഥ് ചന്ദ്രൻ്റെ റിപ്പോർട്ടിലുണ്ട്. വിക്രോളിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർക്ക് ദാരുണ അന്ത്യമുണ്ടായി എന്നുകൂടി ശ്രീനാഥ് ചന്ദ്രൻ സാക്ഷ്യപ്പെടുന്നു. ശ്രീനാഥ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് ശ്രീനാഥ്, വെൽക്കം ടു കാലിക്കറ്റ്. ശ്രീനാഥ്, നമ്മളിവിടെ ഉണ്ട് കേട്ടോ, കോഴിക്കോട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇന്ന് പൊളിക്കും. ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമല്ലേ കോഴിക്കോട്? തീർച്ചയായും. ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീനാഥ്. ഗുഡ് മോർണിംഗ്. എന്റെ നാട് കൂടിയാണ് കോഴിക്കോട്. നല്ല ഭക്ഷണം കിട്ടുന്ന ഇടവുമാണ് മുംബൈയിൽ. പക്ഷേ ഇപ്പോൾ അത്ര കാര്യങ്ങൾ ശുഭകരമല്ല. നല്ല മഴ ഇന്നലെ രാത്രി പെയ്യുന്നുണ്ട്. രാത്രി മുഴുവൻ മഴ നിർത്താതെ പെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. 200 മില്ലിമീറ്ററോളം ചിലയിടങ്ങളിൽ മഴ ലഭിച്ചു എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ട് പതിവ് കാഴ്ചയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മഴക്കാലത്തൊക്കെ ശക്തമായ മഴ പെയ്താൽ ഇതാണ് മുംബൈയിലെ അവസ്ഥ. വിക്രോലിയിൽ പക്ഷേ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ജൻ കല്യാൺ നഗറിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. രാജേവാഡെ ആശുപത്രിയിൽ 4 പേരെ പരിക്കുകളോടെ എത്തിച്ചെങ്കിലും അതിൽ 2 പേർ മരിച്ചു. 2 പേർ ഇപ്പോൾ ചികിത്സയിലാണ് എന്ന ദുഃഖകരമായ വിവരം കൂടിയുണ്ട്. റെയിൽവേ ട്രാക്കുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ട്രെയിനുകൾ ഇതുവരെ വൈകി ഓടുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നുമില്ല. അതിനുള്ളൊരു സാധ്യതയുണ്ട്. വിമാന കമ്പനികൾ ഇതിനോടകം തന്നെ യാത്രക്കാരോട് അഡ്വൈസറുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.